ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരനാണ്. മുരിങ്ങയില നന്നായി കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ നന്നായി പോയതിന് ശേഷം അതിൻ്റെ ഇലയൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടി നമുക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോള ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണൂ. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. വെള്ളം അതിലുണ്ടെങ്കിൽ ഒക്കെ കൂടി കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് പോയിട്ടേ ഇതിലിടാൻ പാടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്നത് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും ഇല നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇലക്കറികളെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. ചീരയിലയോ മുരിങ്ങയിലയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണിത്. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മുരിങ്ങയിലയോ ചീരയിലയൊക്കെ തോരനായോ കറി വെച്ചോ ഒക്കെ കഴിക്കാം. 2 മുട്ടയൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചീര ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വെറുതെ ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചിക്കി പൊരിച്ചിട്ടെടുക്കാം. ഒരു സൈഡിലേക്ക് നമുക്ക് ചീര അങ്ങ് നീക്കി വെച്ചിട്ട് അതിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.